ആ അത് എ അതൊരു കാര്യം. കണ്ടാ? ഇങ്ങേരെ കൊണ്ട് അതായത് ബിബിന്നല്ലേ പേര്? എന്റെ വയസ്സാന്ന് തോന്നുന്നു. 1 മണിക്കൂർ ബിബിനെ കൊണ്ടങ്ങ് ലൈവ് ഇടിപ്പിക്കും. എന്നിട്ട് ടർഫ് തുടങ്ങുമ്പോ വരും. ബിബിനെ കൊണ്ട് ഓഹ്! പണിയെടുപ്പിക്കും. സത്യല്ലേ? അത് ഓക്കെ, അവർ ഈ ഒരു ഏരിയയിലുണ്ട്. ഓക്കെ, ഇവർ വെരി ഗുഡ്. 3 മാൻ സ്ക്വാഡാണ്. കക്കാശി അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കക്കാശി അവിടെ ഇറങ്ങി ഫയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല. കെ വി കക്കാശിനെ അല്ലേ? അവിടെ കെ.വി. ഇത് മൊത്തം ഈഗിള് ചിറകടിക്കണല്ലേ ഗോട്ട്. ഇതെന്താ ഇത്? എന്തോന്ന്? ഒരുത്തൻ തന്നെ ഇത് പറഞ്ഞ കേട്ടാ. കാര്യങ്ങളെല്ലാം ഫ്രീയാണ് അവൻ. ഞാൻ ചെയ്തു. അവൻ ഫ്രീയാണ്. മനസ്സിലായില്ലേ? കണ്ട ദാ ഇത് ഈഗിളിലെ ഇത് മറ്റേ ഇത് കൊച്ചു ഈഗിൾമാര് അത് ചെറുക്കടിച്ച് അണ്ണനെ വിളിച്ചെടുത്തുവാ. മനസ്സിലായില്ലേ? വരട്ടെ വരട്ടെ. നിങ്ങളെ അണ്ണനെ വിളിക്കാം. അയ്യോ അതന്നെ. സോറി. ഇത് അടിക്കടിക്ക് സക്സസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെയൊക്കെ അടി കിട്ടി. തൂവല് പോകുമ്പോഴെങ്കിലും അവൻ വരുമെന്ന് നോക്കട്ടെ. ഗോട്ടിന്റെ ശിഷ്യ വന്നിട്ടുണ്ടെന്ന് പറ. ക്ലാസ് കുറച്ച് കൂടി പോയോ? നീ ആദ്യം എന്തിനാണ് കേൾക്കാൻ പോണേന്ന് എനിക്കറിയാലോ. അത് ഉറപ്പല്ലേ? നമ്മളതൊക്കെ വെയിറ്റിംഗ് അല്ലേ? എടാ ഇതിപ്പോ ഏതാ? അറിയില്ല. ഇല്ല. ഇത് DXും KVയും. അപ്പൊ TVയുടെ മാച്ച് എവിടെ? എലൈറ്റ് ഗ്യാങ്ങുകൾ വെച്ചിട്ടായിരിക്കും ആ ഈ ഇതാണ് പറയുന്ന TVയുടെ ഗ്യാങ്ങുകളെ മാച്ച്. കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഒറ്റിറ്റ് വന്നു. ജാറ്റി വന്നിട്ടോ? ഗോട്ടെന്നൊരു ഗോട്ടിന്റെ പറയണ്ടാവില്ല ആ പേര് പറയിപ്പിക്കാൻ. 45 മിനിറ്റ് തുടങ്ങിയത് 41 മിനിറ്റിൽ തീർന്നെന്ന് മാത്രം എൻ്റെ അടുത്ത് പറയില്ലേ. ഞാൻ ഇത്ര നേരം എന്ത്? വിചാരിച്ചിരുന്നത് 20 മിനിറ്റിലെങ്ങാനാണ് പെട്ടെന്ന് അടിച്ചു കൊന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. 2.5 മിനിറ്റ് കളി തീർന്നു. 2.5 മിനിറ്റ്. ഈ പറയുന്ന ഓടാ. മിസ്റ്റർ എക്സിന് ഡയറക്റ്റ് ആക്സസ് ഓ എടുത്തിട്ടുള്ള ബാക്കിയുള്ള അടിച്ചു ഗ്യാങ്സിന് കാണത്തില്ല. ഉറങ്ങിയില്ലേ? എലൈറ്റ് ഗ്യാങ്സുകൾക്ക് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നമ്മളൊരു ഫയറിംഗ് കേട്ടു. ഇവിടെ 14Kയുടെ വണ്ടി ഇത് 14K യാ? ഇതേത് വണ്ടി എടുത്ത് ലിവർ ഇല്ലാത്ത ഈ സൗണ്ട് ഒന്നും ഇങ്ങനെ ഇരിക്കുന്ന ഗെയിമിന്റെ. ഓക്കെ. 14Kയുടെ വണ്ടി ഓൾറെഡി ഇവിടെ വന്ന് ഇറങ്ങി എന്ത്? ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആലിസ് ബൈ ഡൗൺ. ഓക്സി അവിടെ ആലിസ് ബൈനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ദിവ്യ മോബി അതേപോലെ ജുഗ്രു നീൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. 3 പേര് ഇവിടെ മേളിൽ 4 പേര് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അയ്യേ. 14Kയുടെ 2 വണ്ടികളാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ആൽബർട്ട് മോബി അവിടെ, ദാ ഓടുന്നു. ആൽബർട്ട് ഫോട്ടോ ആൻഡ് ബെല്ലി ജൂഡൻ അയ്യോ. അവിടെ മോബിനെ ടാഗ് ചെയ്യുന്നുണ്ട്. ഡീമൻ യക്കൂസ അവിടെ ഡീമൻ യക്കൂസ. അടിച്ചിട്ടുണ്ട്. ഏബൽ അവിടെ 14K ലുഹായിനെ പിക്ക് ചെയ്തു. കമാരൻ നമ്പ്യാറിനെ അവിടെ നീല് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കളി തീരും കേട്ടോ. ആൽബർട്ട് പീറ്റർ ഹീല് പോലും ചെയ്യാതെ മുകളിലോട്ട് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. നീൽ അവിടെ ആൽബർട്ട് ഫെക്കൽ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിൽവ സോഡിക് ലോ ആണ്. ഓക്സി ഇപ്പൊ അത് കൺഫേം ചെയ്യാൻ തോന്നാക്കില്ല. യെസ്, ഡീമൻ യക്കൂസ കൺഫേം ചെയ്തു. ഓക്സി കുരിശുകൽ ഡേവിഡിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ജുവാൻ പാബ്ലോ ഡൗൺ ആയിരിക്കുകയാണ്. 14K ടൈറ്റ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇവിടെ അടി നടക്കുന്നുണ്ട്. ഇവിടെ അടി നടക്കുന്നത് ഇവിടെ 14Kയുടെ ഒരു വണ്ടി റൊട്ടേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. 14K ബെല്ലി ഇത് താഴെ ഉള്ളവരെയാണോ? യെസ്, ബെല്ലി ജൂഡൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. 14Kയുടെ ഞാനെങ്ങാനും ഇത് ടർഫ് സ്പെക്ടേറ്റേഴ്സിന്റെ ലൈവ് ഇരുന്ന് ഞാൻ ഇരുന്ന് മോങ്ങിയേനെ. സത്യം പറയല്ലോ, ഞാൻ ഇരുന്ന് കരഞ്ഞേനെ. ഓ ഇവിടെ 14K 2 മെമ്പേഴ്സ് ഉണ്ട്. ആ അവിടെ ഓക്കേ, 2 പേർക്ക് അവിടെ 2.5 മിനിറ്റ് കൊണ്ട് തീർത്ത് കളഞ്ഞു. രാമു കെ പിള്ള ഇപ്പൊ ഡൗൺ ആവുമെന്ന് തോന്നുന്നു. അഴുക്കാഴ്ചാൻ എടാ നാറി നീ അവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോന്നായിരിക്കും അവരോട് ചോദിക്കുന്നത്. അഴുക്കാഴ്ചാൻ സ്പോട്ട് ചെയ്തതിന് മുന്നേ ഓക്കെ രാമു കെ പിള്ള ഡൗൺ ആയി. അഴുക്കാഴ്ചാനെ നീല് ബാക്കിൽ നിന്ന് ഇപ്പൊ പണ്ണും ഓൾമോസ്റ്റ് ഓക്കെ ഡൗൺ. അലക്സിന് ആ പിക്ക് കിട്ടി. ലാസ്റ്റ് 14Kയുടെ ലാസ്റ്റ് മെമ്പർ 14K ഡൗൺ. സൂപ്പർ. ഞാൻ നിർത്തി ടർഫ് ഞാൻ കാണാൻ നിൽക്കൂല. ഇതൊക്കെ എന്തിരിത്. അത് പിന്നെ 40K അപ്പോഴേ കുത്താൻ പോയി, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തീർന്നെന്ന് പറയാം. ഇത് സത്യം പറഞ്ഞാൽ ടർഫിൽ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവരണം, മനസ്സിലായ? ഇത് TV അടിക്കാൻ തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കണം നമുക്ക്. അത് അല്ലാണ്ട് ഇതൊരു ഇതില്ല നമുക്ക്. ഫസ്റ്റ് 5 മിനിറ്റ് മറ്റേ ഗണ്ണെടുക്കുമ്പോൾ അടി കൂടാൻ പറ്റില്ല, അങ്ങനത്തെ എന്തെങ്കിലും അതുപോലെ അല്ല, ഈ പന്തിയിലെ പോലെ. TVന്റെ ആദ്യത്തെ 2 വീണിട്ട് TVക്ക് മേടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും. ഇതൊക്കെ എന്തൊരിത്. ഇത് പ്യുവർ ഡോമിനേഷൻ. ഇനി ആ ടർഫ് ആർക്ക് കാണാൻ പറ്റില്ല എന്തോ ഈശ്വര. എടാ ഈ യവൻ ഇതിപ്പോ മാച്ച് തുടങ്ങാറായല്ലേ സമയം? 12:46.
എന്നാ പിന്നെ നമുക്ക് ഇരുന്ന് നമുക്ക് മാച്ചും പറയാം. കണ്ടിട്ട് പോവാം. ഇതായിരിക്കും അവന് ഓർമ്മയിലും കാണത്തില്ല നമ്മളടുത്ത് ഗെയിം കളിക്കാൻ വിളിച്ചത്. ഇവിടെ ഒന്ന് ചാറ്റ് ചെയ്താലും ഓർമ്മയില്ല. ഇവിടെ ഇവിടെ ഗോട്ടിന്റെ ഇത് സ്മൈലി ഒക്കെ ഉണ്ടായിരുന്നു. ഇമോജി ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത്. ഇഷ്ടമാണ് നമ്മളെ പയ്യന്മാര് കുറച്ച് ഇറങ്ങിയില്ല ഗോട്ട് ഇത് എങ്ങനെ കുറച്ചു നേരം ഞാൻ നിങ്ങൾക്ക് ഇതാക്കി തരാം. ഇമോട്ട് ഉള്ളി ഇത് ആക്കി തരാം. എല്ലാരും ഒന്ന് ഇമോട്ട് ഇട്ടോ. ഇമോട്ട് ഉള്ളി നോക്കാം. അപ്പൊ ഇതിൽ ഇമോട്ട് മാത്രമേ വരുള്ളൂ. ഏത് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഹായ് കൊള്ളാം. മതിയേ. നിങ്ങളെ ഇമോട്ട് ഇട്ട് നിങ്ങളെല്ലാം ഇതായല്ലോ. സന്തോഷമായല്ലോ. ഓ ഈ ഇമോട്ടിൽ മറ്റേ ഇത് വരില്ലട്ടാ. ഈഗിളിന്റെ പടവും മറ്റേ ഇത് വരത്തില്ല. ഗോട്ടിന്റെ ഇത് വരത്തില്ലട്ടാ. അതാണ് ഞാൻ വിചാരിച്ചു അത് വരുമെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് ഇനി സാധാ ചാറ്റിലോട്ട് പോകേണ്ടതാണ്. ഓക്കെ. അപ്പൊ എവിടെടാ അളിയാ നീ അവനെ കൊറേ നേരം ഇല്ല വന്നിരിക്കാറുണ്ട്. ഇതിപ്പം അരമണിക്കൂർ ഇവിടെ വെറുതെ ഇരിക്കുക. ഞാൻ ഇവിടെ ചൂടെടുത്ത് തുടങ്ങി എനിക്ക്. ഇപ്പൊ എന്നെ മാനസികമായി തളർത്തിയിട്ട് അവൻ വരാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ്. നമ്മള് മറ്റേ ചെയ്ത പോലെ മെന്റലി നമ്മളെ മറ്റേ എത്തൂല എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കണ പോലെ. എന്റെ ഈശ്വരി എവിടെ? ഈശ്വരിയില്ല. അപ്പൊ ഇന്ന് ഡെഡായി. നിങ്ങൾ ആരെ പോൾഡ ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പറയാം. റോഡിന്റെ ആവശ്യമുണ്ട് നമ്മുടെ ചാറ്റിങ് കോട്ടല്ലോ. അതല്ലടാ പൊട്ടാ. ഹലോ കേക്കാവോടാ? കേക്കാവോ? അപ്പൊ കളി കഴിഞ്ഞിട്ട് വരാന്നല്ലേ നീ? അല്ലളിയാ ഞാൻ വീട്ടിലോട്ട് എത്തിയതേ ഉള്ളൂ. അതാ പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തി നേരെ ഡ്രസ്സ് മാറി കയറിയതാ. അത്രയ്ക്ക് സ്നേഹമാളിയാ എന്റെ അടുത്ത് നീ? അല്ലടാ സ്നേഹമല്ല, നിന്നെ പൊഴിപ്പിക്കാൻ വേണ്ടി വന്നാ. ഗോട്ടിനോടാ പറയണെന്ന് മനസ്സിലായി ബ്രോ. ഇത് കാട്ടം എത്തിയോ? കുറച്ചാൾ കാട്ടത്തിന് ശല്യം ഇല്ലായിരുന്നല്ലോ. കാട്ടുശല്യം ഇല്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇല്ല ഇത് കളി കാണണം. ബ്രസീലിന് കളി കാണണം. ഇത്തിരി നേരം ഗോട്ടിനെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് വന്നാ. എടാ പോർച്ചുഗലിന്റെ കളി എപ്പോഴാ? നാളെയാണോ? നാളെ കഴിഞ്ഞു. നിങ്ങളെ സമയം നാളെ. ഇതും കാണേണ്ട കളിയാട്ടോ. നല്ല കളിയാത്. ഏത്? ഇത് ബ്രസീലിന്റെ കളി. ബ്രസീൽ കളി ഇന്നാണോ? ഇന്നാ. എത്ര മണിക്ക്? 1:30. എടാ ബ്രസീലിന്റെ കളി കാണുന്നില്ലടാ. കാണാം കണ്ടോളാം. ഇനി എല്ലാരും വന്ന് എത്തി ഇനി അപ്പൊ അത് വാങ്ങിക്കണ്ടടാ. അത് വാങ്ങിക്കണ്ടല്ലേ? അത് വേണ്ട അത് കൊള്ളത്തില്ല. അത് ശോകോ. ചേട്ടാ അതിന് കോഡൊക്കെ ഉണ്ട് ചേട്ടാ. കോഡൊക്കെ അതിന് ഭയങ്കര പഴയതാ. മനസ്സിലായി. പഴയ കോഡൊക്കെയാണ്. എടാ ഞാനത് നോക്കിയപ്പോടാ 4,99,000 രൂപയുടെ ഓഡിയോ പ്ലെയർ ഒക്കെ. 4 ലക്ഷം ചേട്ടൻ. ഞാനൊരു പ്ലെയർ അയച്ചു തരാം. നമ്മുടെ എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ പുള്ളിയുടെ വീട്ടിനകത്ത്. പുള്ളിയുടെ കാറിനകത്ത് വെച്ചിരിക്കുന്നത് ഈ പ്ലെയർ മാത്രം. പുള്ളി ചാർജ് ചെയ്ത്, അതായത് ചെയ്തേക്കുന്ന ഓഡിയോ സിസ്റ്റം എല്ലാം പറയണേ, ഈ പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മ്യൂസിക് ഇൻസ്ട്രുമെന്റ് മാത്രം, ഈ ഹൈറസ് പ്ലെയറിന് മാത്രം 13,75,000 രൂപയായി. ചേട്ടനെ ഞാൻ എന്റെ ഫോട്ടോ അയച്ചു തരാം. നോക്ക്, ഞാൻ ആ കാറിനകത്ത് കയറിയേക്കുന്ന വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ബർത്ത്ഡേ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു. ഞാൻ കുത്തിക്കളഞ്ഞിട്ട് അച്ഛനോടെ കൊടുക്കാം. ഞങ്ങള് തോളിൽ കൈയിട്ട് നടക്കും. ഞങ്ങള് തോളിൽ കൈയിട്ട് നടക്കും. ഒറ്റ റേസ് ശ്വാനപുത്രനെ കൊണ്ട് ജയിപ്പിക്കില്ലോ, മനസ്സിലായോ? ഈഗിളിനോട് റേസ് ഇടണ്ടെന്ന് പറയുമോ പ്ലീസ് ഒന്ന്? ബ്രോ ഒരു കാര്യം ചെയ്യാം. പേരെന്താ? വോൾവറൈൻ. ബ്രോ ഒന്ന് വരുമോ? വിസിലൊന്ന് വരുമോ? ഒന്ന് റേസ് ഇടാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും കളിച്ച് പഠിക്കാൻ വേണ്ടിട്ട് റേസ് ഇടാൻ വേണ്ടി ബ്രോ ഒന്ന് വരാമോ പ്ലീസ്?
എനിക്കും അത് എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എനിക്കാണെങ്കിൽ ഇത് കുത്തിയിരുന്ന് ഈ ഹോസ്റ്റ് ഇട്ട് ഓരോ വട്ടം അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ മടിയുണ്ട്. ബ്രോ ഒന്ന് വീശി വരാമോ? ഒന്ന് ഇതിടാമോ? ഗോഗു ഇടട്ടെ? അല്ലല്ല വേണ്ട, ഗോഗു ഇടണ്ട, ബ്രോ ഇട്ടാ മതി. ബ്രോ ഇട്ടാ മതി, വേണ്ട ഗോഗു ഇടണ്ട. ഗോഗു എന്തായാലും ഇടണ്ട, ബ്രോ ഇട്ടാ മതി. വാ ബ്രോ. നമ്മള് ഞാൻ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് നമ്മൾ എല്ലാ ദിവസവും എല്ലാവരുടെയും കംഫർട്ടബിൾ ഉള്ള വണ്ടി നോക്കിയിട്ടാണ് നമ്മള് ഇതിടുന്നത്. ഇത് ഒരുമാതിരി നമ്മളെ മറ്റേ തമ്മി തല്ലിക്കുന്ന രീതിയിലത്തെ കോമ്പറ്റീഷനിലോട്ട് കൊണ്ടുവന്നത് നമുക്ക് ഇഷ്ടമല്ല കേട്ടാ, മനസ്സിലായ? ഇതൊക്കെ ഒരു തമാശയുടെ പുറത്ത് ചെയ്യണ കാര്യമാ. അല്ല ബ്രോ, നിങ്ങളുടെ റേസും കാറും എല്ലാത്തിലും സെയിം ആണ് ബ്രോ. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഫോർസയിൽ വന്നിട്ട് ബ്രോ കുറച്ച് മാപ്പ് ഡെവലപ്പ് ചെയ്യും. അളിയാ ഞാൻ ഒരു കാര്യം പറയാം, റേസ് ഇടുന്ന സമയത്ത് അളിയാ ഇനി നീ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കളിയാ. അവൻ സെലക്ട് ചെയ്യട്ടെ റേസ്. അല്ല എന്തൊക്കെ കേക്കണം എനിക്ക് മനസ്സിലാവണല്ലോ, എന്തൊക്കെ കേക്കണം. അവൻ ഇപ്പൊ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതാണ്. അവൻ ഇപ്പൊ പറഞ്ഞത് ഞാൻ അവനെ കൊണ്ട് കാറ് പുതിയ വാങ്ങിപ്പിക്കുന്നു പറഞ്ഞതാണ്. എടാ കാറ് ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള കാറാണ്. നമ്മളൊരു ലേണിംഗ് സ്റ്റേജിലല്ലടാ നിൽക്കുന്നേ. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള കാർ ചോദിച്ചിട്ട് ഇടുന്നത്, അല്ലാതെ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഈ പർട്ടിക്കുലർ കാർ തന്നെ കളിക്കണമെന്ന്. അതല്ല, അത് ഞാൻ പറഞ്ഞത് അവൻ വെച്ചിട്ട് അത് വെച്ചിട്ട് ഇതൊക്കെ വന്നത് അതിന്റെ അടുത്ത്, മനസ്സിലായ? കേൾക്കണം, ബിക്കോസ് യുവർ കാർസ് ആർ ഓൾ സെയിം ഓൺ ഓൾ ട്രാക്സ്. ഞാൻ ഇന്ന് ആ സെയിം കാർ ഇടുന്നുള്ളൂ. എടാ ഞാൻ ആ സെയിം കാർ ഇട്ട് നിന്ന് മൊത്തം അത് കളിക്കുന്നുള്ളൂ. ഇനി അത് കാണിക്കുന്നുള്ളൂ. ഈ കഴിഞ്ഞ കളിയിൽ ലാസ്റ്റ് സ്ട്രീമിൽ ഏതൊക്കെ കാർ ഉപയോഗിച്ചു ആ കാർ മാത്രമേ ഇന്ന് ഇടത്തുള്ളേ. വേറെ ഒരു കാർ മാറ്റില്ല. ഇന്ന് മാറത്തില്ല. സെയിം കാറിലെ കളിക്കുന്നുള്ളൂ. ഹലോ ഞാനുണ്ടേ. ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. ഇതില് ഞാൻ എടുത്താലും ഇവ എടുത്താലും നമ്മള് പേര് നോക്കിയിട്ടാണ് മാപ്പ് സെറ്റ് ചെയ്യുന്നത്. നീട്ടോ നീ ഇന്നത്തെ കാർ നീട്ടോ. അവന് സന്തോഷമാവട്ടെ, അവന് സന്തോഷമാവട്ടെ. എന്റെ ഇതെല്ലാം മുമ്പിരിക്കുന്ന ഇതാ മറ്റേത് തുണി എടുത്തോടാ. നീ ഇത് വരാൻ പറഞ്ഞു നീ ലൈവ് വന്നോ? സെയിം കാറാണ്, അതാണ് ബാക്കിയുള്ളവർക്ക് കൂടി അവസരം കൊടുക്കും ബ്രോ. ഇവൻ എന്തേലും ഇവന് മാനസിക അസുഖം വല്ലതും ഉണ്ടോടാ ബ്രോ? അവസരം കൊടുക്കാൻ വേണ്ടി എന്താ ബ്രോ? അല്ലല്ല നിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ്, ഞാൻ ഇടുന്ന എല്ലാ റേസും ഞാൻ തന്നെയാണോ ജയിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ബ്രോ പറയുന്നതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട്, അല്ല എന്തെങ്കിലും ഒരു കാര്യമുണ്ട് അതിനകത്ത് എന്തെങ്കിലും? അല്ല നീ ഇടുന്ന കാറല്ലേ ഇവന്മാർക്കും കിട്ടുന്നേ? ആ അതെ, സത്യത്തിൽ ഇത് പറയേണ്ട നമ്മൾ ഓടിക്കുന്നവരല്ലേ, ചുമ്മാ പറയുന്ന അറിയാത്തോണ്ട് വിജയൊക്കെ എനിക്ക് മാത്രം അതിനെപ്പറ്റി അറിയാത്തോണ്ട് പറയുന്ന അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒന്ന് പിടിച്ചു നോക്കാൻ മനസ്സിലാവും സ്റ്റിയറിങ്ങിനകത്ത്. അവന് ഏകദേശം മനസ്സിലാവും. വേണ്ട നീ തന്നെ ഇട്. അളിയ നീട് പ്രശ്നം ഇല്ല, അവന് സന്തോഷമാവട്ടെ. ഇന്ന് നീടുമ്പോ അവന് സന്തോഷം. അവനങ്ങനെ സന്തോഷിക്കണ്ട. ഇല്ലല്ല ചേട്ടാ, കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല ചേട്ടാ. ചേട്ടാ ഒരു കാര്യമല്ലേ ചോക്കിയേ, ഈ മാപ്പ് ഇടുന്നത് തന്നെ ഒരു വലിയ ചടങ്ങാ. അതൊരു വലിയ ചടങ്ങാ. അത് ചെയ്യാൻ ഒരാൾ റെഡി ആണെങ്കിൽ ഞാൻ സന്തോഷം. അതല്ലേ ഗോഗു പറയുന്നത്. നീ തന്നെ ഞാൻ പൊട്ടനല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എടാ വോൾവറിനെ പോടാ കുണ്ണെ, വേണേ കാടറ പുണ്ടച്ചു പോലെ നിന്റെ സൗകര്യത്തിൽ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. പോടാ കുണ്ണെ, ഞാൻ ഇഷ്ടമുള്ള പോലെ കളിക്കും. നീ ആരാ പിന്നെ? നിന്റെ കുണ്ണ ഞാൻ ഇടുന്നു, ഞാൻ എന്തായാലും ഇടും. വാളിയാ വാ, കയറി വാ. നീ പൊട്ടനോ ചട്ടനോ നീ മണ്ടനോ മറ്റേ പ്രാന്തനോ ആയിക്കോട്ടെ, എനിക്കൊരു കുണ്ണയില്ല. പോടാ അവിടുന്ന്. ഞാനൊരു കാര്യം പറയാം, ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും ഒരു കാര്യം പറയാം. ഇവൻ ലൈവ് കാണുന്നൊന്നും അല്ല, ഇവൻ A ക്ലാസ് കുത്തിത്തിരിപ്പ് കുണ്ണയാ. എന്നിട്ട് ഇവനിങ്ങനെ എടുത്ത് പറയണം. ഞാൻ ഒരു കാര്യം പറയാം, കാരണം ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് മാപ്പ് ഇടുന്നത് ഗോഗുവാ, ഗോഗു ലൈവ് ഇടുന്ന സമയത്ത് മാപ്പ് ഇടുന്നത് ഞാനാ. അത് കാണുന്ന എല്ലാവർക്കും അറിയാം. അവൻ മറ്റേ കോടതി കളിക്കാൻ വരുന്നത്.
എന്തൊക്കെ പറയുന്നത് ഈഗിൾ അവന്റെ പേര് വിളിച്ചില്ലേ, ഫേമസ് ആയില്ലേ അവൻ. തള്ളക്കിളിയായിട്ട് നടന്നതല്ലേ famous ആയത്. അതെ അതെ എനിക്ക് ജയിക്കാൻ ഇതായിട്ട് നിക്കുന്നത് ഇൻവേറ്ററിനെ എടാ നീ ഇറങ്ങി ഓടിയില്ല മോനെന്നല്ല. ഇല്ല അണ്ണന്റെ റിക്വസ്റ്റ് ഇട്ടിട്ട് തോന്നുന്നു. ജോയിൻ ചെയ്യ് accept ചെയ്യ് നീ. വില്ലു. എടാ ഞാൻ എക്സ്ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അളിയാ. അപ്പൊ ഇത് വാക്കണ്ടിന് അല്ല ഞാൻ കുറച്ച് ദിവസം അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഗോഗോ, ഞാൻ കുറച്ച് ദിവസം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമ്മളിത് തമാശക്ക് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഈ ഇത് കാണിക്കുമ്പോഴേ ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കുറെ അമ്മമാര് വരുന്നുണ്ട് അളിയാ. സത്യമായിട്ട് ഞാൻ പറയുക നമ്മക്കറിയാലോ എന്തിനാണ്. ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ പഠിച്ച്. അല്ല അത് ഞാൻ പറഞ്ഞതേ, ഞാൻ ഇന്നാളെ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നമ്മളെ ചാറ്റിൽ കിടന്ന് അടിവിടുന്ന ഓക്കെ, ഇത് വേറെ ചാറ്റിൽ പോയി അടിവിടില്ല. അതാ അല്ല കോണ്ടന്റ് വരുന്നതിനകത്ത് ഞാൻ കാണുന്നുണ്ട് ഇവന്മാര് നിന്റെ ഇൻഡിവിജ്വൽ ഫാന് എന്റെ ഇൻഡിവിജ്വൽ ഫാൻ എന്ന് ആക്ട് ചെയ്ത് ബിഹേവ് ചെയ്യുന്ന കുറെ എണ്ണത്തിന് ഞാൻ കാണുന്നത്. അത് വെറും ഷോ ഓഫ്. അത് സത്യം നമ്മളെ കണ്ടെടുത്ത രണ്ടവന്മാരാണത്. കോച്ച് ഞാൻ കറങ്ങണ കറങ്ങണേ ഡ്രിഫ്റ്റ് ചെയ്യാൻ നേരം കോച്ച് ഇങ്ങോട്ട് നോക്ക്. വന്നു ഇന്ന് എത്ര പേരുണ്ട്? ഇന്ന് 5 പേരേ ഉള്ളല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേക്കും ഒരു വാമപ്പ് റൈസ് ഒക്കെ കളിച്ച് ബോട്ടിലിന്റെ കൂടെ വാമപ്പ് റൈസ് ഒക്കെ കളിച്ചു അളിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് അളിയാ, നമ്മുടെ ഇത് റീസെറ്റ് ആയിട്ടില്ല അളിയാ ഇവന്റ്. ഇന്നലത്തെ സെയിം ട്രാക്കുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഇത് ഡെയിലി റീഫ്രഷ് ആവൂടാ? റീഫ്രഷ് ആകും, പുതിയ വരും. അളിയാ ഞാൻ ഒരു കാര്യം പറയടാ. എടാ ഇന്നൊരു ആശ്വാസത്തിന് എന്റെ ഒരു ആശ്വാസത്തിന് നീ ഇട അളിയാ. ഞാൻ ഇടാം, ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ നിന്നെ ഇല്ല വേണം ഞാൻ നിന്നെ ആക്കാം. എന്നെ കൊണ്ട് പണി എടുപ്പിക്കാൻ കോൺവേ ലീഡർ ഇന്ന് നീ ഇടളിയാ. അവൻ എന്തായാലും അവൻ ഇനി മെസ്സേജ് ഇടാതെ അവൻ ഇത് കണ്ടോണ്ടിരിക്കും. എന്തായാലും നമ്മളിത് കാണിക്കാം. അവൻ നീ ഇടളിയാ. ആണെങ്കിൽ സുഖമായിട്ട് ഇവിടെ ഞലിഞ്ഞിരുന്ന് അന്ന കഴിവേറി വന്നിരുന്ന് കേട്ടാ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ലൈവ് 6 വർഷമായി കാണുന്ന ഒരാളാണ്. പക്ഷെ ഈ ഗെയിമിൽ ഞാൻ നിങ്ങളിടുന്ന കാർസ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രോ, നിങ്ങൾ ഈ ലൈവ് വരുമ്പോൾ മാത്രം കാണുന്ന കാര്യമല്ല ഉള്ളൂ ബ്രോ. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാനുള്ള കാർ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ലൈവ് ആയിരിക്കും. അവർക്ക് ലൈവിൽ ഇരുന്ന് പുഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ഇല്ലാത്ത കാർ ഇടാത്തത്. എല്ലാവരും പുതിയതാണ്. നിങ്ങൾ ഈ മറ്റേ എക്സ്പേർട്ടുകളെ പോലെ ബിഹേവ് ചെയ്യാതെ ബ്രോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്ക്, എക്സ്പേർട്ടുകളെ പോലെ ബിഹേവ് ചെയ്യല്ലേ ദയവ് ചെയ്ത്. എല്ലാവരും സിമുലേറ്റർസ് വാങ്ങിച്ച് കളിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ലൈവ് ഇടുന്ന സമയത്ത് നാണം കെടാൻ പറ്റാത്ത രീതിയിലുള്ള ഡീസൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കാർസ് ചൂസ് ചെയ്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലെങ്കിൽ എനിക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ അറിഞ്ഞൂടാ. എന്ത് കാർ വേണം ഇടാം, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഓടിക്കാൻ റെഡിയാ. ഞാൻ കീബോർഡിൽ ഓടിക്കുന്നതല്ല, ഞാൻ സിമുലേറ്ററിൽ ഓടിക്കുന്നവനാ. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബോധവും തിരിച്ചറിവും ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരാൻ അറിഞ്ഞൂടാ. ഇതിന് കൂടുതൽ നമ്മൾ ഈ ഓഫ്ലൈനിൽ ഇരുന്ന് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന കാറെല്ലാം എല്ലാവർക്കും ഓടിക്കാൻ പറ്റുന്ന രീതിയിലത്തെ കാറുകളാണെന്ന് എല്ലാവരും പറഞ്ഞോണ്ടാ. എനിക്ക് മനസ്സിലാവണല്ലോ ഇതിന് മുകളിലോട്ട് എന്താണ് ഇത് ചെയ്തു കൊടുക്കേണ്ടതെന്ന്. ഇല്ലാളിയാ നീ ഇട്ടോളേ, നിനക്ക് ഇഷ്ടമുള്ള കാറുകളിട്. ഓരോരുത്തരെ നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരെ ആക്കാം. ഞാൻ ഇടാത്തതിന് കാരണം എന്റെ മിക്കതും ചൊട്ട ഇത് കിടക്കുവാ. ഞാൻ മറ്റേ കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട സാധനങ്ങളാ കാറ്. അടിച്ചോ കളിക്കുന്നവര് മാത്രമായില്ല, എന്റെ തരത്തിലുള്ള ആരും ഇല്ലല്ലോ ഇപ്പൊ. എന്റെ തരം പറയുമ്പോ രഗുലുണ്ടെങ്കിൽ ഒരു ആശ്വാസം. അവനൊന്ന് ഫുൾ ഗ്രൈൻഡിങ് ആയിരുന്നു. ആരെങ്കിലും പുതിയ പ്ലേസ് ആരെങ്കിലും വിളിച്ചു എന്റെ അടുത്ത് പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ കയറി വിളിക്കാൻ പറഞ്ഞു.
അയ്യോ ബോറോ ലീഡേഴ്സ് കാർ അളിയ അളിയ എന്റെ കാർ വേറെ അളിയ എന്റെ കാർ വേറെ വന്നളിയ കുഴപ്പമില്ല. നീ എന്റെ വാമ്പല്ല. ചഴച്ചാണ്ടിരിക്കായിരുന്നു നീ. അളിയ ഞാനിത് കമന്റ് നോക്കിക്കൊണ്ടിരുന്ന അളിയ സത്യം പറയാം അല്ല വാമ്പല്ല കുഴപ്പമില്ല. യായാ. എടാ ബ്രസീൽ പോടാ 2 ഗോൾ അടിച്ചടാ നോർവേ. തോറ്റ് ഇനി പാടായിരിക്കും. പാവം നെയ്മർ എത്ര അവനെ time കളി ആടാ? തന്നെ തോറ്റെന്ന് പറയുമ്പോഴേ നെയ്മറിനെ പണിത് അവന്മാര്. ഇപ്പൊ എടുത്തിട്ട് ഇതാവും ഇനി റീൽസ് മൊത്തം ഇതായിരിക്കും. ഞാൻ ഏതൊക്കെ റീൽസ് കണ്ടാന്ന് ഞാൻ നെയ്മർ കളിക്കാത്തോണ്ട് ഇത്ര പേര് എത്തിന്നൊക്കെ പറയാൻ ഇട്ടുന്നോണ്ടായിരുന്നു. അവന്മാർക്ക് ഇനി തേരോട്ടം. നെയ്ബറിനെ നക്കിയല്ലേ അവന്മാര്. കൊക്കു ആ ഇവിടെ എല്ലാം ചോദിക്കും നാളത്തെ നമ്മള് സ്ലോ റേസ് ഇല്ല അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റേസുകൾ ഇടാവുന്നു. അത് ഫണ്ടായിരുന്നു, ചിരിക്കാൻ കുറെ ഉണ്ടായിരുന്നു. ഏതടാ എനിക്ക് ഇല്ല ഇന്ന് കൊറേ സ്ലോ കളിച്ച് നമുക്ക് കുറച്ച് ഫാസ്റ്റ് കളിക്കാടാ. ഓക്കെ അവർക്ക് ചിരിച്ചാ മതി. എടാ ഇന്ന് ബ്രസീൽ തോറ്റ പുറത്താണോടാ? ആണാണ്. നോക്കൗട്ട് ആണോ ഇത്? അങ്ങോട്ട് ഒരു മാച്ചുള്ള എല്ലാവർക്കും. ഓ സീൻ. നെയ്മാറിന് മര്യാദ കളിക്കാൻ പോലും പറ്റില്ല ഈ വേൾഡ് കപ്പ്. എടാ എത്ര ടൈം ബാക്കിയുണ്ട് ഇനി? ഇനി 2-3 തോന്നുന്നു. 2-3 മിനിറ്റോ? എക്സ്ട്രാ ടൈം തന്നെ പോലെ. ഗോക്കോടിച്ചേ 6 മിനിറ്റ്. ഗോക്കോടിച്ചേ താങ്ക് യു സോ മച്ച് ഫോർ ദ കിക്ക്. താങ്ക് യു സോ മച്ച്. ലവ് യു. അപ്പം ബൈ ബ്രസീൽ. പ്രഡിക്ഷൻ ഇടുന്നില്ല. പ്രഡിക്ഷനാ തീരാറായപ്പോഴാ. അപ്പൊ ബ്രസീൽ ഫാൻസിനെല്ലാം വിഷമകരമായ രാത്രി. 6 മിനിറ്റിൽ 2 ഗോൾ അടിക്കാന്ന് പറഞ്ഞാ സ്പോർട്സ് ആയതുകൊണ്ട് പിന്നെ എന്ത് പോസിബിൾ ആണ് പറയാൻ പറ്റൂല. ബട്ട് ബ്രസീൽ ഫാൻസിനെല്ലാം ഇന്ന് എനിക്ക് തോന്നുന്നു ഡിസപ്പോയിന്റഡ് ആവേണ്ട വരുന്ന രാത്രിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാസ്ട്രോ ബ്രസീൽ ഫാനാണോ? മിണ്ടുന്നില്ല. അതന്നെ. ആഷ്ബൂട്ടറൊക്കെ അവിടെ ഇരിക്കുന്ന നോക്കിയേ പാവം. എൻട്ര അടിക്കണേ. കാസ്ട്രോ ബ്രസീൽ ഫാനാണോ? ഞാൻ പറഞ്ഞു മ്യൂട്ടായിട്ട് പറഞ്ഞതല്ലേ. ഞാൻ അർജന്റീന ഫാനാണ്, പക്ഷെ എനിക്ക് നെയ്മറിനെ ഇഷ്ടം. ഗോകുലൊട്ട് കണ്ടുള്ള തൊട്ടിയാ ശ്വാസം കിട്ടുന്നില്ല കരച്ചിൽ വരുവാണ്. എടാ കടുവേ മോനെ എടാ ചില്ലടാ. നോർവേ വേഴ്സസ് അർജന്റീന വരെ ചാൻസ് ഇല്ലല്ലോ. സത്യം പറഞ്ഞ ഇപ്രാവശ്യം വേൾഡ് കപ്പ് എനിക്ക് തോന്നിയുള്ള ഡിസർവ്ഡ് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് നല്ല ഡിസർവ്ഡ് ആണ്. അർജന്റീന അടിക്കണം. ഇവിടെ അർജന്റീന കൊണ്ടുപോകും കാസ്ട്രോ. വീണ്ടും അർജന്റീന സെമിയിൽ ഓക്കെ. ഇനി അടുത്ത ക്വാർട്ടർ ഫൈനൽസ് അല്ലേ? അടുത്തത് ക്വാർട്ടർ അല്ലേ? അല്ല പൈന്റ് നീ അത് റേസ് തുടങ്ങി അല്ലെ ഞാൻ ആഗോള ചർച്ചകളൊക്കെ ചെയ്യാതെ. ഹാലൻഡ് വേഴ്സസ് മെസ്സി ആയിരിക്കുമല്ലോ സെമിയില്. ഇതെന്താ സ്ട്രൈറ്റ് ആണോ ഡ്രാഗ് ആണോ? അല്ല അവിടെ കണ്ടില്ലേ? ഓക്കെ വഴി കണ്ട് ഇപ്പഴാ കണ്ടത്. മാറത്തോട്ടൊക്കെ ഉമ്പി ഇതെന്ത് പാർക്കറോ? അവിടെ അളിയാ കളിച്ചാലോ എങ്ങടാ? ഇത് വേണ്ട അളിയാ. വേണ്ട ഈ വണ്ടി കൊണ്ടൊന്നും ഇതുവഴി പോകാൻ പറ്റില്ല അളിയാ. നിർത്തി ഈ വണ്ടി കൊണ്ട് ഇതിനകത്ത് പോകാൻ പറ്റുന്നില്ല. ഇതേതോ പ്രാന്തനെ ഇത് ഞാൻ പറയാം ഇന്നൊരു മാപ്പ് ഉണ്ടാക്കി തന്നില്ല, നാളെ തന്നെ പറഞ്ഞു വിടുമെന്ന് ഫോർസക്കാർ പറഞ്ഞു. അവർ രാത്രി എന്തോ അടിച്ചു കയറ്റിയിട്ട് അവ മറ്റേ ഗതി കെട്ട് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ മാപ്പാണ് ഇത്. മനസ്സിലായേ? ഇതൊക്കെ കളിച്ചാൽ നമുക്കൂടെ പ്രാന്തായി പോകും. 46 കിലോമീറ്റർ എന്തല്ലേ? ഫുള്ള് പ്രോപ്പർട്ടീസ് വെച്ചുണ്ടാക്കിയ സാരം. ഇതാരാ ഓടിച്ചു കളിക്കുന്നേ? കോച്ച് അവൻ ഇറങ്ങാൻ മതിയല്ലേ? നീ ഇറങ്ങാൻ മതിയല്ലേ?
ഞാനല്ല ഇവനാണ് ഗോകുവാ. എടാ നിനക്കൊക്കെ തലയ്ക്ക് കുറച്ച് എങ്ങനെയാണോ ഇതൊക്കെ പറയട്ടെ? റഫറിയുടെ സപ്പോർട്ട് ഉണ്ട്. പോടാറിയ റഫറിയാ ഒരു വർഷങ്ങളായിട്ട് അടിക്കാണ്ടിരുന്നപ്പോ ഒരുത്തരും ഒരു സപ്പോർട്ടില്ല. അർജന്റീനക്ക് റഫറി സപ്പോർട്ട് നല്ലവരാണെന്ന് പറയൂ. അയ്യോ എന്റെ അമ്മോ. അതൊക്കെ എന്ത് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ എടുത്തിരുന്ന് തലയിലോട്ടാക്കി വെക്കല്ലേ. ഭ്രാന്തരം വിവരമില്ലാത്തവനെ പോലെയാണ് നിങ്ങളൊക്കെ ഇപ്രാവശ്യം അത് പറയണ ലോജിക്കില്ല. എന്ന് വെച്ചാൽ ആ ബോളിന്റെ സെൻസറാ ഫുള്ള് VAR ഒക്കെ ഉള്ളതുകൊണ്ട്. എടാ പണ്ടത്തെ ഫുട്ബോൾ വെച്ചാണെങ്കിൽ നേരത്തെ മറ്റേ റിവ്യൂ മറ്റേ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ റഫറിയുടെ ഡിസിഷൻ ഫൈനൽ ഡിസിഷൻ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം ഈ വാറ് മറ്റേ ഇതെല്ലാം ഉള്ളത് കൊണ്ട് പ്രോപ്പർ ആയിട്ട് അവിടെ പോണ. അങ്ങനെ ഒരു റഫറി വെച്ചൊന്നും ജയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ പടച്ചു വിടുന്ന സാധനം. ഇതൊക്കെ മറ്റേ അന്തം ഫാൻസ് പറയണ. നിങ്ങളത് ഏറ്റുപിടിക്കല്ലേ. കുറച്ച് ബുദ്ധി കാണിക്കുക, കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു വേൾഡ് ലീഗാണ്. എത്ര രാജ്യം, എത്ര ആൾക്കാര് കാണുന്നതാണ്. അതും ഒരു നെയ്മറിന് യെല്ലോ കാർഡ് അതും കിട്ടിയ നെയ്മറിന് യെല്ലോ കാർഡ് കിട്ടി. എന്തായാലും 5 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു. ഇനിയിപ്പോ 2 റെഡ് കാർഡ് പിടിച്ചാലും എന്ത്. പാവപ്പെട്ടവൻ ഇനി എന്തൊക്കെ കേക്കേണ്ടി വരുന്നവൻ. നെയ്മറിനെ ഇറക്കി എന്ത് നേടി എല്ലോ ഒന്ന് ഷൂ. അതൊക്കെ എന്ത് സ്റ്റേജ് സത്യം നെയ്മർ പാവാ. അവന്റെ കാര്യം ആലോചിക്കുമ്പോ കളിക്കാനും പറ്റിയില്ല. വന്ന് കേറിയതാ. അത് തോക്കുകയും ചെയ്യുന്നത് ഇനി അവന്റെ തലയിലോ. അത് മഞ്ഞക്കാട് കിട്ടി. മഞ്ഞക്കാടും കിട്ടി. അടിയായാ ഇനി അതൊക്കെ പറ്റും. ഇനി അടിച്ചെങ്കിൽ ചത്തോ. നല്ലത് അവര് തമ്മിലടിയായത്. എംബാപ്പ 7 ഗോള്, മെസ്സി 7 ഗോള്, ഹാലൻഡ് 7. എംബാപ്പ അടിച്ചിരുന്നല്ലേ? ഇത് ഹാലൻഡിന്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് ആണോ ഇത്? ഹാലൻഡ് ഇതാ ഫസ്റ്റ് വേൾഡ് കപ്പാ. അതിനെന്താ പറയണത്? ഡെബ്യൂട്ട് എന്നല്ലേ പറയുന്നത്? ഡെബ്യൂ. ഓക്കെ അങ്ങനെ. എടാ നീ ഒരു CBSE അല്ലേ? FUNDA ഡെബ്യൂട്ട്. ഇങ്ങനെ പോണേ. എല്ലാരും 2x ഹലോ 2x പോണേ. പതിനൊക്കെ പോവാണ്. വിളിക്കില്ല വിളിച്ച് പോയി എന്റെ പേര് വിളിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാണിക്കുന്നത് എന്താ ഇത് എന്തത്? കളിയാ ഊമ്പി കളിയാ. എന്ത് വണ്ടി XP ഫാം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയല്ലേ? XP ഫാം ചെയ്യാൻ ഗ്രൗണ്ടിൽ നെയ്മർ. ഹലോ ഇവിടെ ഫുട്ബോൾ കളി നടക്കണം. പെട്ടെന്ന് വാ എല്ലാരും വാ. അളിയ ഒരു സ്പീഡ് റേസ് ഇടാൻ പറഞ്ഞപ്പോ മനുഷ്യനെ കൊല്ലുന്ന. ഇത് മറ്റേ ടയർ ഇട്ടത് വണ്ടിയുടെ. എന്താണിത്? മാറ്റി വേറെ കളിയുടെ കോവു.
മഞ്ഞാകണം വന്നു കഴിഞ്ഞാൽ പൊളിച്ചു പിന്നെ. ഞാനിപ്പോഴും 3% ആയതേ ഉള്ളൂ. നിങ്ങളൊക്കെയോ? 8. മിസ്സായ അപ്പൊ ഞാനേ മുമ്പി മിസ് ചെയ്ത്. ഏതോ മിസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് അല്ല നീ എന്നാലും ഫ്രണ്ടായിരിക്കുന്നത്. 14%. ആ ഓക്കെ. അത് ബഗ്ഗായിരുന്നു. കോച്ചിന്റെ പോക്ക് കണ്ടിട്ട് പേടിയാണ്. കോച്ച് ഇടിക്കല്ലേ. നെയ്മർ പെനാൽറ്റി ഗോൾ അടിച്ചാ സെറ്റ്. ഇവിടെ ഉമ്മ വെച്ചിരിക്കുന്ന ചെക്ക് പോയിന്റ്. പിന്നെ ഇടിക്കാമോ പോടാ ഞാൻ കോച്ചിന്റെ അടുത്ത് പോലും ഇല്ല. താണ്ടി പോയടാ. താണ്ടി പോകണ്ടേ പിന്നെ റേസ് ആകുമ്പോ ഇടിച്ചിരിക്കുണ്ടാ ബ്രേക്ക് അടിക്കണ ഒന്ന് ഇടിച്ചിരിക്കുണ്ടാ. താണ്ടി പോയില്ല. പിന്നെ അവൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. നെയ്മർ ഗോൾ അടിച്ചേ പെനാൽറ്റി. പക്ഷെ 2-1 സമയമില്ല. അതെ താങ്ക്സ് അളിയാ. എന്റെ നീ അത് കണ്ടല്ലേ? നീ അത് കണ്ട് ബ്രേക്ക് പിടിച്ചല്ലടാ മാറി. അതാരെന്നെ അവസാനം കൊണ്ടിടിച്ചത്. ആ ഇടിച്ചിട്ട് വിളവ് പോയി. നേരെ വിട്ടറിഞ്ഞ് വിട്ട കളിയാ. കിടില റോഡാ. ഇവരുടെ ഈ റേസ് ആർട്ടുവലിൽ നൈസ് ആയിക്കട്ടെ. ഇവരുടെ വെച്ച് നോക്കിയേ. എന്താടാ ഈ റേസ് ആർട്ടുവൽ വീൽ റേസ് നൈസ് ആയിരിക്കും. വെച്ച് നോക്കിയേ. ഓ ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് സമയം എന്താ? ആർട്ടുവൽ കൈ ഊരിയിരിക്കും. അത് കൈ കിട്ടിയടാ. ആ കയ്യിലിരിപ്പുണ്ട്. അതല്ല ആട്ടുള്ള ഇരിപ്പുണ്ട് ഇവിടെ. ഞാൻ എറണാകുളത്ത് വെക്കുന്നില്ല, ഇവിടെ വെക്കുന്നില്ല. അല്ല ചെയ്ത് അത് അടുത്ത് ഉടനെ വരും. എഡിറ്റ് ചെയ്യാ. എന്താടാ കാര്യം പറ. അതെ ഉമ്പി സുഖങ്ങളൊക്കെ തന്നെ. ഏതളിയാ ചെക്ക് പോയിന്റ് മിസ്റാ. അത് റീവൈൻഡ് അടിക്കുന്നതല്ല. ഇങ്ങനൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ വഴി. എന്റെ മിസ്സായിരുന്നു. എനിക്ക് മിസ്സായിട്ട് കാണിക്കുന്നില്ല എവിടെ. കാണിക്കുന്നില്ല. ஆனா அது அந்த மார்க்கர் காணிக்கும் பர்றா. ஆரோ மார்க் காணிக்காது, அந்த മാർക്കർ കാണിക്കും. എടാ ഗോകുവേ, എങ്ങനെയാടാ ഇങ്ങനത്തെ തന്തയില്ലാത്ത മാപ്പ് കറക്റ്റ് കണ്ടുപിടിച്ചത്? സാധാരണ മാപ്പിലൊക്കെ എടുക്കുമ്പോ തന്തയില്ലെങ്കിലും ഒരു ബന്ധുക്കളെങ്കിലും ഉണ്ടാവും. ഇത് അതുപോലും ഇല്ലാത്തൊരു മാപ്പ്. ഫ്രണ്ട് വരുന്നുണ്ടോ? എങ്കടാ ഇത് റോഡ്? അഭിലാഷേ എനിക്ക് തിരിയാൻ പറ്റില്ല. എന്റെ നിലക്ക് വെക്കല്ലേടാ ഡീവ. പോണി ഞാൻ എടാ ഞാനൊരു 4 പ്രാവശ്യം കറങ്ങിട്ട് എനിക്ക് ചെക്ക് പോയിന്റ് കിട്ടിയേ. എന്നാലും ഗോകു പൊളി മാപ്പ് കേട്ടോ. അതെ 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 ഈഗിളിന്റെ കറക്റ്റ് ഞാൻ കേട്ടായിരുന്നു. അതെന്തിനാ കളിയാ ഗോകു?
അളിയാ നമ്മള് ഒരു മനസ്സാളിയാ. എടാ ഇത് EV ആണോടാ ഈ വണ്ടി? അല്ലല്ല സൗണ്ട് ഉണ്ട് സൗണ്ട്. ഇല്ല സൗണ്ട് ഉണ്ട് പക്ഷേ EV വണ്ടിക്ക് സൗണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് ആരുടെ അടുത്ത് ആരാ പറഞ്ഞേ? അത് വെറും മണ്ടത്തര. സൗണ്ടുള്ള EV വണ്ടിയൊക്കെ ഉണ്ട്. EVയില് ഡാൻസ് കളിക്കുന്ന മച്ചാനാണ്. ഞാൻ മുമ്പേ അളിയാ ഞാൻ എന്റെ ചെക്ക് പോയിന്റ് മിസ്സായി. അളിയാ ഗോകു ഒന്ന് വെയിറ്റ് ചെയ്യടാ ഗോകു. അളിയാ എന്റെ ബ്രസീൽ തോറ്റടാ. എന്റെ നെയ്മർ പോയടാ. പക്ഷെ നെയ്മർ ലാസ്റ്റ് പെനാൽറ്റി അടിച്ചു. ഇനിയിപ്പൊ അത് ആശ്വസിച്ച് കിടന്ന് ഉറങ്ങിട്ടേച്ചി. ഓറ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് മതി. കളി തോറ്റിട്ട് ഒരു ഇതെടുത്തെന്ന് പറഞ്ഞ നീ ടർഫ് തോറ്റ് നീ ഒരു കില്ലെടുത്ത് ഓറ ഉണ്ടാവോ? അങ്ങനെയല്ല ഞാൻ നെയ്മർ ഫാനാണ്. ഞാൻ നെയ്മറിനായതുകൊണ്ടാണ് ഞാൻ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നത്. 10 മാച്ചായിട്ട് നീ കളിക്കുന്നില്ല. 10 മാച്ച് കളിച്ച് ജയിച്ചോണ്ടിരിക്കുന്ന ടീം നീ 11ാമത്തെ മാച്ചോട്ട് കളിച്ചു തോറ്റ്. അപ്പൊ നിന്റെ തലയിലല്ലേ ആവുള്ളത്? ശരി എന്തേലും ആയിക്കോട്ടെ. കോച്ച് മുട്ടിഞ്ഞു വന്നോളെ. കോച്ച് മുട്ടിഞ്ഞു കളി കണ്ടായിരുന്നോ? കളി കാണണ ഈ കളിയാണ്. ഹാലണ്ട് എന്തിന് കളി വൈകി വിഷയം കളിയായിരുന്നത്. കളി വിഷയമുള്ള കോച്ച് മുടിയും. അതാണ് ഞാൻ പറഞ്ഞല്ലോ. ാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയത് അവിടെ എന്തിനാ അവന്റെ അവസ്ഥ എന്തിനാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഹാലണ്ടൊക്കെ ഇച്ചിരി സീൻ കളിയായിരുന്നു. ലാസ്റ്റത്തെ മോനിൽ എന്തൊരു കളിയാണ് കളിക്കുന്നത് കുഴപ്പമില്ല. ഇതിപ്പോ 70 മിനിറ്റിലാണോ വന്നത്? കുഴപ്പമില്ല. അല്ല നെയ്മർ 70 മിനിറ്റിലാണോ വന്നത്? കുഴപ്പമില്ല. ഞാൻ ഫുള്ള് കളിച്ചത് ഇല്ല അല്ല. എന്നാലും പറയാനുള്ളമാര് കിടന്ന് പറയും. നിങ്ങൾ നോക്കിയ ഒരു 10 വീഡിയോങ്കിലും നിങ്ങൾക്കാണ് ബ്രസീൽ തോറ്റത് നെയ്മർ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 വീഡിയോങ്കിലും നിങ്ങൾക്കാണ് മിനിമം. ഇല്ല അവിടെ ആക്ച്വലി ഒന്നും ഇങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നെയ്മർ നോർവേ കളിക്കുന്ന അവന്മാരുടെ ബോൾ കൺട്രോൾ അവന്മാരുടെ കാലിന്ന് ബോൾ പോകുന്നില്ല. നോർവേയുടെ അമ്മാതിരി ബോൾ കൺട്രോള്. കർമ്മയില്ല കർമ്മ. അത് നിന്റെ തലയിൽ ഇങ്ങനെ അടിച്ചു കിട്ടിയതാണ്. അതാ കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടിയില്ലേ? ഇതാണ് ഇപ്പൊ കിട്ടിയില്ലേ നിനക്ക്? ഇല്ല പിന്നെ നീ റീസൺ അടിക്കുന്നത് കണ്ട് അത് വിട് പിള്ളച്ച അത് വിട്. നിനക്ക് കിട്ടി. പക്ഷെ അത് എനിക്ക് കർമ്മ കിട്ടിയ. അയ്യോ ആ ഗോൾ കീപ്പർ ഇച്ചിരി സീനായിരുന്നു. അറിയാണ്ട് ഒരു ബോൾ പോസ്റ്റ് വീഴുണ്ടായിരുന്നു നോർവേയുടെ. അവൻ ചുമ്മാ ഒന്ന് കൈ തട്ടിയത് അപ്പുറത്ത്. അത് ഗെയിമിലും പുറത്തും എല്ലാം അങ്ങനെ തന്നെ. പുള്ളി പാലത്തിനടി പോകും. അത് ഈഗിളെ കൂടെ അവനോ ഓണോ ഓർമ്മ താരത്തുള്ള 3 മണി കഴിഞ്ഞാൽ പുള്ളി പാലത്തിനടിയിലാവില്ല. തെന്നിപ്പോയല്ലടാ നീ തെന്നിപ്പോടാ. നീ തെന്നിപ്പോവും. ചില്ലറ കഴയല്ലല്ലോ നിനക്ക്. എടാ കോച്ച് അവിടുത്തെ ഒരു ആറ്റിൽ മുങ്ങി കുളിക്കുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരുവത്തുള്ള. എങ്ങനെ കോച്ച് ശബരിമലയോട് പോയിട്ട് വരത്തുള്ളൂ? സമയം എടുക്കുവോ? പറയണോ? ഞാനൊരു കാര്യം പറയട്ടെ ഡീമ. ഈ കളി ഉണ്ടല്ലോ ഹാൻഡ് ബ്രേക്ക് ഊരിയെ വിട്ടേക്കണം മൊത്തത്തിൽ.
അറിയാം അതിൽ തൊട്ട ഊമ്പി. ഹലോ ആ അല്ല, കോച്ച് വിളിച്ചതല്ല. ഇവരാരും പറഞ്ഞു. കോച്ചിന്റെ ശീതാവസ്ഥ പൊങ്ങി കേട്ടാ. അതാരല്ലോ ഒന്ന് ഒഴുക്കണേ. അയ്യോ ടീമ ചെക്ക് പോയിന്റ് മിസ്സായോ ഉനക്ക്? ആ ആയിക്കോട്ടെ. അൽവിനെ ഹായ്. എനിക്ക് കർമ്മ കിട്ടിയേ. നിങ്ങളെല്ലാവരും ഒന്ന് വരണേ. ഹലോ, ഞാൻ പറയട്ടെ, നമ്മൾ ഈ തമ്മി തല്ലിയ സമയത്ത് ഒരു പുണ്ടച്ചുമോൻ ആ സ്ഥലവും വിറ്റ് കാശുമാക്കി, അതുകൊണ്ട് സെറ്റിൽ ആയവൻ. നിങ്ങളവിടെ അടിപൊളിയൊക്കെ നിൽക്കി. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഗോക്കു, നമുക്ക് മജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റാത്ത വണ്ടി ഗോക്കുവിന് ഓടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു 3-4 ആൾക്കെങ്കിലും ഓടിക്കാൻ പറ്റുന്ന വണ്ടി ഒന്ന് ഗോക്കുവിന് ഓടിക്കാൻ കുറച്ച് ഇതായിരിക്കും. നീ എന്റെ ലൈവ് എടുത്ത് നോക്കണം. ഞാൻ കറങ്ങി തിരിഞ്ഞ് ഒരു 10 പോയി. ഞാൻ ശരീരവും വയസ്സും വെച്ച് ഞാൻ വളർന്നിട്ടുള്ളൂ, മനസ്സ് വെച്ച് ഞാൻ വളർന്നിട്ടില്ല. അളിയോ എന്തൊരു ഓടിപ്പാളിയോ, ഒരു മിസ്റ്റേക്ക് കാണിക്കളിയോ, എന്തൊരു കളിയാളിയാ, ഒരു മിസ്റ്റേക്ക് ഒക്കെ കാണിക്കളിയാ. ചന്തയിൽ പോയിട്ട് വാ. എടാ കഴപ്പ് നിനക്ക് ചില്ലറ അല്ലല്ലോടാ നിനക്ക്, അതിന്റെ ആണതല്ല. അവന് ബ്രേക്ക് ഇല്ല, അവന് ബ്രേക്ക് ഊരി വിട്ടേക്കോ, പറന്നേ വരുള്ളൂ അവൻ. പോയിട്ട് വാ ഓൾ ദ ബെസ്റ്റ്. ഞാനല്ല രണ്ടുപേര് പോയിരുന്നു. അല്ല എന്റെ ഫ്രണ്ടിൽ അങ്ങനെ സോയും കില്ലുവും അതൊക്കെ സ്കിൽസ്. ഓ കോച്ച് എന്നെ കൂടി വഴി തെറ്റിക്കാൻ വേണ്ടിട്ട് നേരം ചെക്ക് പോയിന്റ് ഇല്ലാത്ത മാപ്പിലായിരുന്നു. ഇതിപ്പോ എല്ലായിടത്തും ചെക്ക് പോയിന്റ്. അത് ചെക്ക് പോയിന്റ് ഒക്കെ വാലാകലം വെച്ചേക്കുന്ന ഈ മാപ്പൊക്കെ ആരെടുത്തത്? ആരായിരിക്കും? എനിക്കറിയാം. മറ്റേ ചാറ്റിലെ മറ്റേ പയ്യനാവല്ലേ പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് എന്നെ ഉപയോഗിക്കുന്നത്? എടാ എങ്ങനെയൊക്കെയാണ് നീ എന്നെ ഉപയോഗിക്കുന്നത്? ഓ തീർന്നു. പോയി പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ തലകുത്തിനെ പറഞ്ഞു വണ്ടി. എടാ ഞാൻ രണ്ടാമതല്ലേടാ, അത് എന്റെ അപ്ഡേറ്റ് കറക്റ്റ് അല്ലോ. ബാക്കിൽ ഞാൻ സെക്കൻഡ് ക്ലാസ് കാണിക്കുന്നത്. നീ ഇതൊക്കെ ഇല്ലാത്ത ശരിക്കും അല്ല 20 പ്രാവശ്യം വണ്ടി പോകുന്നേ. இப்படி ஃபர்ஸ்ட் வந்தோம். സ്കിൽ കോച്ച് കാണാൻ പറ്റി. ലാസ്റ്റ് ആണ്. എടാ ഈ കളി ക്യാൻസൽ ചെയ്യാം. പോയിന്റ് ടേബിൾ ബഗ്ഗാ, ഇത് ക്യാൻസൽ ചെയ്യാം. എല്ലാവർക്കും ബഗ്ഗാ, കറക്റ്റ് നോക്കി കളിക്കാൻ പറ്റത്തില്ല. ക്യാൻസൽ ചെയ്യാം. ഇത് ബഗ്ഗാ. ഞാൻ ഒന്നാമതാ നിക്കുന്നത്. നീ ഒന്നാമതല്ലേ? ശരി, എന്റെ മനസ്സിൽ ഇത് പോയിന്റ് ഇല്ല ബഗ്ഗാണേ. ഇത് ലൂപ്പല്ല, അപ്പൊ ഇത് കോച്ച് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാ നിങ്ങള്? ഇലുമിനേറ്റഡ്. ഞാൻ ഇത്രയും മിസ്റ്റേക്ക് വന്ന് ഞാൻ വെളിപ്പുറത്തുണ്ട്. വേണ്ട നീ പൊക്കോ. രായൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാ? രായൻ നല്ല ഓമ്പിയ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് പോയാൽ. അല്ലെ രായനാണെങ്കിൽ PXM വെച്ച് കളിക്കാൻ വന്നു. ഓക്കെ, അത് മാറ്റിയവൻ ലോയിറ്റൊക്കെ ആക്കി. എന്നിട്ടോ അവിടെ നെയ്മർ കരഞ്ഞ
നെയ്മറിന് അധികം പ്രായമായിട്ടില്ലല്ലോ, അവനിനിയും കളിക്കാമല്ലോ. അവന് അവൻको 37 ആണ്. അതെങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെ എടുത്തല്ലേ ടീമ. ആ ഊമ്പ് ഊമ്പ് ഊമ്പ്. അവിടെ താന്ത്രിക് കുടിച്ചു നോക്കിയതാ, പോയി. ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മുടെ മുന്നിൽ പോകുന്നവൻ കണ്ട കയ്യാലപ്പുറത്തെല്ലാം കീറിയാ പോണ. കാരണം ഞാൻ 5 വട്ടം വീണ്, അവനപ്പോ അവിടെ 2 വട്ടം എന്തായാലും വീണിട്ടുണ്ട്. ആ ഞാൻ ഊമ്പി ടീമാ ഊമ്പ്. എന്താ പിറകില് കിടക്കുന്നേ? കളി ജയിച്ചാളിയാ, തുള്ളി സുത്തി കിച്ചുവാ. ഒരു കളി ജയിച്ചാളിയാ നീ. അല്ലയാ പോയിന്റ് കിട്ടിയാളിയാ ഒരു കളിയെങ്കിലും. ഹലോ മനസ്സിലായി. അതാണ് അതാണ് അതാ ശരിയാ ശരിയാ നീ പറഞ്ഞ കറക്റ്റ്. അതാ അതാ ഞാൻ വാങ്ങിച്ചില്ല നീ വാങ്ങിച്ചായിരുന്നാ? ആ ഞാൻ അതെടുത്താ ശരി ശരി ശരി. പോയല്ലേ ജസ്റ്റ് നമ്മൾ കുറച്ച് ഒറ്റായി പോകുന്നു. പ്രശ്നം ബ്രേക്ക് കിട്ടുന്നില്ല. തീർന്ന കഷ്ടപ്പെടണ്ട. Yes! 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 Dili not found! Dili not found! Dili not found! Arsiba, thank you so much for the kick. Thank you, thank you. 2-1-1 2-1-0. It's okay, it's okay, it's okay, it's okay, it's okay. അല്ലെ നീ ഇടുന്നാ? ഹലോ 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 കേക്കോ കേക്കോ ഹലോ. എന്റെ നെറ്റ് പോയി അളിയാ. ഞാൻ ബാക്കിലോട്ട് വലിഞ്ഞൊലിഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഭയങ്കര പാക്കറ്റ് ലോസ് പോലെ. ഞാൻ ഇതിനകത്ത് വന്ന ഞാൻ ഫസ്റ്റ് ആയിരുന്നോ? ഞാൻ എന്റെ സ്ക്രീൻ ഫസ്റ്റ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് പാക്കറ്റ് ലോസ് അടിച്ച് ഇതായിട്ട് ബാക്കിലോട്ട് പോയി. Goku, my name is അത് കൊള്ളായിരുന്നു കാശ്, അത് കൊള്ളായിരുന്നു. ബേക്കിലോട്ട് പോയി എന്നൊക്കെ പറഞ്ഞാ ശരിയാ.